أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك وسلم عليه. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റബീയിൽ നമ്മൾ കാലങ്ങളായി നമ്മുടെ ക്യാമ്പസുകളിൽ ചൊല്ലി വരാറുള്ള സലാമേ റസ എന്ന പേരിൽ, പല പേരിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഖസീദയാണ് സലാമേ റസ. അപ്പോൾ അതിൻ്റെ ഏതാനും ചില വരികളാണ് നമ്മൾ ഈ വീഡിയോയിലും അതുപോലെ വരുന്ന ദിവസങ്ങളിലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, ഞാനും മലായിക്കത്തുകളും എന്ത് ചെയ്യുന്നു, സലാത്തുകളും സലാമുകളും ചൊല്ലുന്നു. ഓ മനുഷ്യരെ, നിങ്ങളും എൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകളും സലാമുകളും ചൊല്ലുക. അപ്പം ഇന്ന സ്വലാത്ത് ഇന്ന സലാം എന്നില്ല, ആയിരത്തിലധികം സ്വലാത്തുകളും സലാമുകളും ഉണ്ട്. ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലുമെല്ലാം നമുക്കത് കാണാം. അപ്പം ലോകത്ത് അറിയപ്പെട്ട ഖസീദകളിൽ ഏറ്റവും വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഖസീദയാണ് ഖസീദത്തുൽ ബുർദ. അറബിയിൽ അത് തന്നെ പദ്യരൂപത്തിൽ വിരചിതമായിട്ടുള്ള ഖസീദത്തുൽ ബുർദ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ. മറ്റൊന്ന് ഇമാമെ അഹ്ലുസുന്ന മുജദ്ദിദെ ദീനോ മില്ല ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറൽവി തങ്ങളുടെ ഖസീദ സലാമിയ എന്ന പേരിൽ അറിയപ്പെട്ട സലാമേ റസയാണ്. അപ്പോൾ അത് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ, മിഡിൽ ഈസ്റ്റുകളിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ മുസ്ലിങ്ങളുടെ ഇടങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളിലെല്ലാം ഈ ഒരു ഖസീദെ സലാമിയ അല്ലെങ്കിൽ സലാമേ റസ ബൈത്ത് ചൊല്ലി വരാറുണ്ട്. അത്രയും വളരെ പവിത്രതയുള്ള, ലോകത്ത് വളരെ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു ഖസീദയാണ് ഖസീദ സലാമിയ. നമ്മൾ ചൊല്ലി വരാറുള്ള, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം ചെല്ലാറുണ്ടല്ലോ. അപ്പോൾ 170, മറ്റൊരു അഭിപ്രായം അനുസരിച്ച് 172 വരികളാണ് ഈ ഖസീദയിലുള്ളത്. സലാമേ റസ, ലാക്കോ സലാം എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഈ ഒരു ഖസീദയിലുള്ളത് 2 അഭിപ്രായമുണ്ട്. 170 എന്നും 172 എന്നൊക്കെ നമുക്ക് കാണാം. ഈ ഖസീദ സലാമിയ എന്ന് പറയുന്നത് സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സീറയാണ്, ഷമായിലാണ്. അത് പദ്യരൂപത്തിൽ ഇമാം അഹ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സീറയാണ്. അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിമാരെ സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട്. അതുപോലെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട്. അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിലേക്ക് സൂചന നൽകുന്ന വരികൾ ഇതിൽ കാണാം. അതുപോലെ അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്രങ്ങളിലേക്കൊക്കെ ഇതിലെ വരികൾ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു ഹിൻസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഖസീദ സലാമിയ. പല സംഭവവികാസങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ സംഭവവികാസങ്ങളിലേക്ക് വിരൽ ചൂടുന്ന ധാരാളം വരികൾ നമുക്ക് കാണാം. അതുമായി ബന്ധപ്പെട്ട ധാരാളം ഷറഹുകൾ നമുക്ക് അവൈലബിൾ ആണ്. അറബിയിലുമുണ്ട്, ഉറുദുവിലുമുണ്ട്. ഈ മുസ്തഫ ജാനി റഹ്മത്തിൻ്റെ അറബി വിവർത്തനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിസ്റിലെ പണ്ഡിതന്മാർ ഇതിന് നേരെ അറബി തർജ്ജമയൊക്കെ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും, നേരെ അറബി വിവർത്തനങ്ങൾ. അപ്പോൾ ധാരാളം ഷറഹുകളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു മുഖദ്ദിമ. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു ഖസീദയിലെ ഓരോ വാക്കുകളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ എല്ലാം വിശദീകരണങ്ങളായി വരിക ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളായിരിക്കാം, അല്ലെങ്കിൽ തിരു ഹദീസുകളായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്തരത്തിലുള്ള വിശദീകരണങ്ങളും അതുപോലെ ആയത്തിൻ്റെ ഒക്കെ ഉപോത്ബലകത്തിൽ എടുത്തുകൊണ്ടുള്ള പദങ്ങളായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇതിലുള്ള ഉറുദു പദങ്ങൾ അധികവും അറബിയിൽ കൂടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അധിക പദങ്ങളും ഇപ്പം മുസ്തഫ,
അതുപോലെ റഹ്മത്ത്, റിസാലത്ത്, നുബൂവത്ത്, അങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. അപ്പം അത്രയും ഇൻ ഡെപ്തിൽ, അഗാധ തലങ്ങളിൽ ആശയങ്ങളുള്ള, അർത്ഥങ്ങളുള്ള ഒന്നാണ് ഇതിൽ ഓരോ വരികളും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലെ ഏതാനും ചില വരികൾ ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ബൈത്ത് ഏതാണ്? जाने रहमत पे लाखों सलाम, शम्अ बज़ में हिदायत पे लाखों सलाम. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ തുടങ്ങിയത് മുസ്തഫ എന്ന ഒരു പേര് ആദ്യം എഴുതിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഉച്ചരിച്ചുകൊണ്ടാണ്. അപ്പം അത് കുറേ വിഷയത്തിലേക്കുള്ള സൂചനയുണ്ട്. ഒന്നാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ലോകത്ത് സൃഷ്ടിച്ചത് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്, നൂറിനെയാണ്. അപ്പം അതിലേക്കൊരു സൂചന നൽകുന്നുണ്ട് ഈ പേര് ആദ്യം കൊണ്ടുവന്നതിലൂടെ. അത് വലിയൊരു ചർച്ചയാണ്, നമ്മൾ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പം മുസ്തഫ, അതുപോലെ ഇതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇസ് പെഹലെ ഷേർ ബേ ആപ്കെ 3 ഖസായിസ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ഖസായിസുകളാണ് ഇമാം അവറുകൾ പറയുന്നത്. ഒന്ന് മുസ്തഫ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മുസ്തഫയാണ്. മുസ്തഫ എന്ന് പറഞ്ഞാൽ മുൻതഖബ് അല്ലെങ്കിൽ ബർഗുസീദ എന്നൊക്കെ പറയും, തിരഞ്ഞെടുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് എന്ത്? കടഞ്ഞെടുക്കപ്പെട്ടവർ, അല്ലേ? അതുപോലെ ബർഗുസീദ, ഏറ്റവും ശ്രേഷ്ഠരായവർ, അത്യുന്നതർ എന്നൊക്കെ നമുക്ക് അതിന് അർത്ഥം വെക്കാം. മറ്റൊന്ന് ജാനേ റഹ്മത്ത്. ജാൻ എന്ന് പറഞ്ഞാൽ ആരാ? ജീവൻ. അപ്പൊ റഹ്മത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഔദാര്യത്തിന്റെ ജീവനാടിയാണ്, സത്താണ്, കാതലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബിയുടെ മേൽ ഉണ്ടാകട്ടെ എന്ത്? സലാത്തുകളും സലാമുകളും വർഷിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ വരി എന്താണ്? ഷംഅ ബസ് ബേ ഹിദായത്ത് പേ ലാഖോ സലാം. അപ്പോൾ ഷംഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറാഗ്, അല്ലേ? വിളക്ക്, സിറാജ് എന്ന് പറയാറില്ലേ? ചെറാഗ്, വിളക്ക്, വെളിച്ചം നൽകുന്ന ഒന്നെന്ന് പറയാം. അതുപോലെ മെഴുകുതിരി എന്നൊക്കെ പറയാം. ഇതെന്തൊക്കെ പറയാറുള്ളത്? അതിനേ ഉള്ളൂ. അപ്പോൾ അതാണ് ഷംഅ. ബസ്മ് എന്ന് പറഞ്ഞാലോ മജ്ലിസ്, സംഘം. പിന്നെന്താ അതിലുള്ളൊരു പദം? ഹിദായത്ത്, സന്മാർഗം. അപ്പം സന്മാർഗ സംഘത്തിൻ്റെ വിളക്കാണ് ആര്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സന്മാർഗ സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ജമാഅത്തെ അംബിയായ അലൈഹിമുസ്സലാം. അപ്പം അംബിയാക്കളുടെ ആ ഒരു ജമാഅത്തിനെയാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബസ്മെ ഹിദായത്ത്, സന്മാർഗ സംഘത്തിന്റെ വെളിച്ചമാണ് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്തഫയാണ്. മുസ്തഫ എന്ന് പറഞ്ഞാൽ യാനി वो ज़ात जो तमाम कायनात से बरगुज़ीदा और अफसल है और इंतखाब व खुलासा है. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകല സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായവരാണ്. എല്ലാ നിലക്കും, കുടുംബ പരമ്പരയാലും ആന്തരികമായ ബാഹ്യമായ ഗുണവിശേഷണങ്ങളാലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുന്നതരായവർ, ശ്രേഷ്ഠരായവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം മുഅ്ജമ് കബീർ ലി തബറാനി, അതുപോലെ മുസ്നദ് അഹ്മദ്, ഇതിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ന അല്ലാഹ തആല നദറ ഫീ ഖുലൂബിൽ ഇബാദി ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദി ഫസ്തഫാഹു ലിനഫ്സിഹി. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബന്ദോं के दिलों की तरफ तवज्जुह फरमाई. അള്ളാഹു അവൻ്റെ അടിമകളിലേക്കൊന്ന് നോക്കിയപ്പോൾ, അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ, तो हुजूर के क़ल्बे अनवर को सबसे अफजल पाया. ഏറ്റവും ശ്രേഷ്ഠമായി അള്ളാഹു എത്തിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെയാണ്.
ലിഹാസ അപ്നി സാത്ത് കെ ലിയെ മുൻതഖബ് ഫർമാ ലിയ. അതുകൊണ്ട് അല്ലാഹു തആല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഫസ്തഫാഹു ലിനഫ്സിഹി. അല്ലാഹു തിരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പരിശുദ്ധ ഖസീദത്തുൽ ബുർദയിലെ വരികളില്ലേ, അതുമായി ബന്ധപ്പെട്ട വസ്തഫാഹു, അതെ. അപ്പൊ അള്ളാഹു, ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുത്ത ആരെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അപ്പൊ തിരുനബിയുടെ ദാത്ത് ഇന്തിഖാബാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ദാത്താണ്. തിരുനബിയുടെ ഔസാഫുകൾ, ഗുണവിശേഷണങ്ങൾ അതുല്യമാണ്, നിസ്തുലമാണ്. നാമുഹുവ മുസ്തഫ, അവരുടെ പേരെന്താണ്? മുസ്തഫ എന്നതാണ്. തുംപെ കറോടോദുറു, ഓ നബിയെ അങ്ങയുടെ മേൽ കോടാനുകൂടി സലാത്തുകളും സലാമുകളും ഉണ്ടാവട്ടെ. മറ്റൊരു വിശദീകരണം ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ജാനെ റഹ്മത്ത്, ഔദാര്യത്തിന്റെ, കാരുണ്യത്തിന്റെ ജീവനാടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചുരുക്കിയിട്ടാണ് നമ്മളിത് വിശദീകരിക്കുന്നത്. അപ്പോ ഒന്ന് സൂറൽ അംബിയായിലുള്ള ആയത്ത് തന്നെയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, हमने आपको तमाम जहानों के लिए रहमत बनाकर भेजा है. നബിയെ അങ്ങയെ ഈ ലോകർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടാണ്, റഹ്മത്ത് ബനാക്കർ ബേജാ, അനുഗ്രഹമായിട്ടാണ് നാം അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജവാഹിറുൽ ബിഹാറിൽ കാണാം, ഹസ്രത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നല്ലാഹു ബഅസനി റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല എന്നെ അയച്ചിട്ടുള്ളത്. വഹുദൽ ലിൽ മുത്തഖീൻ. അപ്പൊ ഇവിടെ നമ്മൾ ലോകർക്ക് അനുഗ്രഹമായിട്ടാണ് അയച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ലോകർ എന്നുള്ള ആരൊക്കെ പെടും? മാസിവൽ ബാരി, അള്ളാഹു ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും അതിൽപ്പെട്ടു. അല്ലാമ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വല്ലദി ഇഖ്താറഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബഅസ റഹ്മതൻ ലികുല്ലി ഫർദി മിനൽ ആലമീന മലായികതിഹിം വഇൻസിഹിം വജിന്നിഹിം വലാ ഫർഖ ബൈനൽ മുഅ്മിനി വൽ കാഫിരി മിനൽ ഇൻസി വൽ ജിന്നി ഫീ ദാലിക വറഹ്മതു മുതഫാവിതത്തുൻ. അപ്പോൾ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും, അതുപോലെ മലായികത്ത്, ഇവർക്കും അനുഗ്രഹമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മനുഷ്യർക്ക്, ജിന്നുകൾക്ക്, അതുപോലെ മനുഷ്യരിലും ജിന്നിലുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്കും കാഫിറുകൾക്കും ഒക്കെ എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനുഗ്രഹമാണ്. പക്ഷേ ആ റഹ്മത്തിൽ എന്തുണ്ടാവും? മുത്തഫാവിത്തത്ത്, ഏറ്റ വ്യത്യാസം ഉണ്ടാകും, ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, മുൻകഴിഞ്ഞു പോയ 1,24,000-ലധികം വരുന്ന അമ്പിയാക്കൾ, മുർസലിങ്ങളോട് കഴിഞ്ഞു പോയി. അപ്പൊ അതില് അവരുടെ ഓരോ സമുദായത്തിനും അല്ലാഹു തആല വലിയ വലിയ ശിക്ഷകൾ നൽകിയിട്ടുണ്ട്, അല്ലെ? അവരുടെ ഉമ്മത്ത്, ആ സമുദായത്തെ തന്നെ ഉന്മൂലനാശം വിതക്കുന്ന രീതിയിൽ തുടച്ചു നീക്കിയ വലിയ വലിയ അസാബുകൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു സമുദായത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ അസാബ് അത് ഈ സമുദായത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. സൂറ ആറാഫിൽ ഇതാ പറയുന്നൊരു സംഭവം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദഅവത്ത് നടത്തുന്ന കാലമാണ്. അപ്പൊ കാഫിറുകൾ പറഞ്ഞു, ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവിതിനാ ബിഅദാബിൻ അലീം. മുഹമ്മദ് पर नाजिल किरदा आयत अगर तेरी तरफ से हक है तो हम पर आसमान से पत्थर बरसाए. മുഹമ്മദിന്റെ മേലെ ഇറക്കിയത് ആയത്തുകൾ അത് നിന്റെ ഭാഗത്തു നിന്നുള്ള ഹക്കാണെങ്കിൽ, നീ ഇറക്കിയതാണ് എങ്കിൽ ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യണേ? കല്ലുമയ വർഷിപ്പിക്കണേ. അവര് വെല്ലുവിളിച്ചതാ. അല്ലെങ്കിലോ യാ ഹമേ കിസി അസാബ് മേ മുബ്തലാ കർദേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേദനാജനകമായ ശിക്ഷ നൽകണേ. അപ്പൊ അള്ളാഹു എന്താണ് അതിന് മറുപടി നൽകിയത്? ഉസ് പർ അല്ലാഹ് ने फरमाया अगर तुम्हारी तरफ देखो तो तुम वाक़ियतन अजाब के मुस्तहिक हो. ശരിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷക്ക് എന്താണ്? അർഹരാണ്.
പക്ഷേ मैं अपने महबूब की वजह से तुम पर अजाब नाजिल नहीं करता. പക്ഷേ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ശിക്ഷ ഇറക്കാത്തത്. അതാണ് വമാ കാന അല്ലാഹു ലിയുഅസിബഹും വഅൻത ഫീഹിം. അപ്പൊ അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കൂല. അൻത ഫീഹിം, നബിയെ അങ്ങ് അവരിലുള്ള കാലത്തോളം എന്ത് ചെയ്യില്ല, അവർക്ക് ശിക്ഷ ഇറങ്ങുകയില്ല. വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതുപോലെ അള്ളാഹു അവരെ ശിക്ഷിക്കൂല, അവര് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന കാലത്തോളം. അപ്പം അതുകൊണ്ട് ആ ഒരു കുഫാറുകൾക്ക് ശിക്ഷ ഇറങ്ങിയില്ല എന്നുള്ളതാണ്. അത് വലിയൊരു കാരുണ്യത്തിന്റെ വലിയൊരു ഉദാഹരണമാണ്. അതുപോലെ മുസ്തദറക്കുൽ ഹാക്കിമിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ആദം അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കി അള്ളാഹുവിനോട് തൗബ ചെയ്ത സംഭവം. അപ്പൊ അവിടെ പറയുന്നത് കാണാം, ഞാൻ ഇതുവരെ പടച്ചിട്ടില്ലാത്ത മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ പറഞ്ഞു, എന്നെ സൃഷ്ടിച്ച ഉടനെ ഞാൻ ആദ്യം നോക്കുന്നത് അർശിലേക്കാണ്. അപ്പൊ അർശിലേക്ക് നോക്കിയ സമയത്ത് കാണുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ നിന്റെ പേരിനോട് കൂടെ ഒരു പേര് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പരിശുദ്ധമായ വ്യക്തിയാവണമല്ലോ എന്നാണ് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് പോലും മുത്തുനബിയുടെ റഹ്മത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ധാരാളം സംഭവ വികാസങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ശറഹുകളിൽ കാണാം. മറ്റൊന്ന് ഹിദായത്ത്, സന്മാർഗ സംഘത്തിന്റെ വിളക്കാണ്, പ്രകാശമാണ് നബിയെ അങ്ങ്. അപ്പം മുഴുവൻ അമ്പിയാക്കൾക്ക് നുബുവത്ത് കിട്ടാൻ, അല്ലെങ്കിൽ മുർസലീങ്ങൾക്ക് റിസാലത്ത് കിട്ടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കാരണമായത്. കാരണം തഫ്സീറുകളിലൊക്കെ വിശദീകരിച്ചതായി കാണാം, മീസാഖെ അംബിയ, അമ്പിയാക്കളുമായിട്ട് നടന്ന ഒരു എഗ്രിമെന്റ്, ഒരു കരാറിനെ സംബന്ധിച്ച്. അപ്പൊ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു ഖാല അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി ഖാലു അഖറർനാ. അപ്പോ ഒരു പ്രവാചകൻ വരാനുണ്ട്. അപ്പൊ ആ പ്രവാചകനെ സഹായിക്കും വിധം ആവണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവാചകൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് നുബുവത്തും റിസാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പൊ ആ സംഘത്തിന്റെ നേതാവാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംഭവം കാണാം, മവാഹിബു മഅസ് സർഖാനിയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഹാദാ നൂർ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ ഇൻ ആമൻതും ബിഹി ജഅൽതുകും അംബിയാ ഖാലു ആമന്നാ ബിഹി. അപ്പോൾ ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുള്ള പ്രകാശമാണ്. ഇവരെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അമ്പിയാക്കളാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഖാലു, അവർ പറഞ്ഞു ആമന്നാ ബിഹി, ഞങ്ങൾ അവരെ കൊണ്ട് വിശ്വസിച്ചു. അപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ അമ്പിയാക്കൾ അതുപോലെ മുർസലീങ്ങൾ ഇവരുടെ എന്താണ്, വിളക്കാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ തന്നെ പറയുന്നത് കാണാം, അന ഖായിദുൽ മുർസലീൻ, ഞാൻ മുർസലീങ്ങളുടെ നേതാവാണ്. വലാ ഫഖ്റ, ഫഖ്ർ നടിക്കാൻ വേണ്ടി പറയില്ല. വഅന ഖാതമുൻ നബിയീൻ, നബിമാരില് അവസാനത്തവരുമാണ് ഞാൻ. അതുപോലെ കാണാം, ഖയാമത്ത് കദിൻ മേ തമാം അംബിയാഉൻ കാ ഇമാം, മുഴുവൻ അംബിയാക്കളുടെയും ഇമാമായിരിക്കും, അവരുടെ ഖതീബുമായിരിക്കും. അവർ ഷഫീഉഹുങ്ക, അവരുടെ ഷഫീഉമായിരിക്കും ഞാൻ. വലാ ഫഖ്റ, ഫഖ്ർ നടിക്കയില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ആശയത്തെ ഇമാം അഹ്മദ് റസാ ഖാൻ തങ്ങള് ഹിദായത്ത് എന്ന ആ അൽഫാദുകൾ കൊണ്ടാണ് ചേർത്തിണക്കിയത്. ഓക്കേ, ഇതാണ് ആ ഒരു വരിയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം.